വെൽക്കം ബാക്ക്. ഇനി പറയാനുള്ളത് നമ്മളൊക്കെ ചെയ്യുന്ന ഒരു കാര്യം ചെയ്യരുതെന്ന് നമ്മളോട് മന്ത്രി നിർദ്ദേശിക്കുന്നതിനെ കുറിച്ചാണ്. പൊതുനിരത്തുകളിൽ മൊബൈൽ ഫോണിൽ സംസാരിച്ച് അശ്രദ്ധമായി നടക്കുന്നവരെ കുറിച്ചാണ് കേട്ടോ. അശ്രദ്ധമായി നടക്കുന്നവർക്കെതിരെ പിഴ ചുമത്തണമെന്ന ഗതാഗത മന്ത്രിയുടെ വാക്കുകൾ ചർച്ചയാവുകയാണ്. ഫോണിൽ സംസാരിച്ച് റോഡിലൂടെ നടക്കുന്നത് അപകടങ്ങൾ കൂട്ടുന്നുവെന്നാണ് മന്ത്രി പറഞ്ഞത്. ആദ്യം മന്ത്രി പറഞ്ഞതൊന്ന് കേൾക്കാം. കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം അപകടം കൂടുതലാണ്. അതിൽ പ്രധാനമായി കണ്ടുവരുന്നത് വാഹനം ഓടിക്കുന്നവരുടെ ഒരു നിലവാരമില്ലാത്ത ഡ്രൈവിംഗും അശ്രദ്ധയും. മോട്ടോർ സൈക്കിളുകളാണ് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കുന്നതും കൂടുതൽ മരണം സൃഷ്ടിക്കുന്നത്. ഈ കാൽനട യാത്രക്കാരിൽ പലരും റോഡിൽ കൂടെ നടക്കുന്ന മൊബൈൽ ചെവി വെച്ചുണ്ട്. ഈ മൊബൈലിലെ ശ്രദ്ധ പോകുന്ന സമയത്ത് വരുന്ന വണ്ടി അറിയുന്നില്ല, ഒന്നും അറിയുന്നില്ല. വണ്ടി വന്ന് തട്ടിക്കഴിഞ്ഞാൽ ഇരുവശവും നോക്കി റോഡ് ക്രോസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള പാഠം അറിയില്ല. ഇരുവശവും നോക്കാറില്ല, മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് ക്രോസ് ചെയ്യും. വേണമെങ്കിൽ വണ്ടി നിർത്തും എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഡ്രൈവിംഗ് പഠിച്ചിരിക്കുന്നവർക്ക് എന്തിനാണ് സീബ്ര ലൈൻ വരച്ചേക്കുന്നത് അറിയില്ല. നിലവിൽ ഇപ്പോൾ പുതുതായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സീബ്ര ലൈൻ എന്തിനാണ് വരച്ചേക്കുന്നതെന്ന് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ഇൻസ്ട്രക്ടർക്ക് പോലും അറിയില്ല. മന്ത്രി കെ പി ഗണേഷ് കുമാർ പറഞ്ഞ കാര്യം ശരിവെക്കുന്നതാണ് ഗതാഗത കമ്മീഷണർ CH നാഗരാജു കഴിഞ്ഞ ദിവസം റിപ്പോർട്ടറിനോട് നടത്തിയ പ്രതികരണം. എല്ലാ അപകടങ്ങളിലും വാഹനം ഓടിച്ചവർ ആകണമെന്നില്ല കുറ്റക്കാരെന്ന് ഗതാഗത കമ്മീഷണർ പറയുന്നു. അൺഫോർച്ചുനേറ്റ്ലി എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാരണക്കാർ ആരാണെന്ന് അത് ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമാണ്. അപ്പോൾ എല്ലാ സമയത്ത് നമ്മുടെ വലിയ വണ്ടി തന്നെ കുറ്റം ചെയ്തു, അല്ലെങ്കിൽ വാഹനം തന്നെയാണ് കുറ്റക്കാരൻ, വാഹന ഡ്രൈവർ തന്നെ കുറ്റക്കാരൻ എന്ന് അങ്ങനെ പറയാൻ സാധ്യത ഇല്ല. പെഡസ്ട്രിയൻ ആണ് തെറ്റ് ചെയ്തതാണെങ്കിൽ വെഹിക്കിൾ ഡ്രൈവറുടെ എതിരെ കേസില്ല. ശരിക്കും ഒരു പെഡസ്ട്രിയൻ വന്ന് ഒരു ബസ് തെറ്റിച്ച് ആ ബസ് മറിഞ്ഞ് അവിടെ അതിലെ ആൾക്കാർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ശരിക്കും അതിലെ പെഡസ്ട്രിയനാണ് അക്യൂസ്ഡ്. സോ ഇൻ ലോ ആരാണ് അക്യൂസ്ഡ് എന്ന് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഇൻവെസ്റ്റിഗേഷൻ. പൊതുനിരത്തുകളിൽ ഗതാഗത നിയമം ലംഘിക്കുന്നവർക്കെതിരെ നടപടി വേണമെന്ന മന്ത്രിയുടെ അഭിപ്രായത്തോട് ജനങ്ങൾക്ക് പറയാനുള്ളത് എന്താണ്? കേൾക്കാം. വോയിസ് ഓഫ് ദ പീപ്പിൾ, പൊതുജനം സ്പീക്കിംഗ്. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഞാൻ തന്നെ ഒരു മുൻ ജനപ്രതിനിധിയായിരുന്നു. പല ആവശ്യത്തിനും പലരും വിളിച്ചെന്നിരിക്കും. ചിലപ്പോൾ ഞാൻ അപ്പോൾ റോഡിലായിരിക്കും, അല്ലെങ്കിൽ വീട്ടിലായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും മീറ്റിങ്ങിലായിരിക്കും, ബസ്സിലായിരിക്കും. എവിടെ വെച്ചാണെങ്കിലും എനിക്ക് ഫോൺ യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ. എന്തെങ്കിലും അടിയന്തരമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് ആൾക്കാർ വിളിക്കുന്നത്. കാര്യം നിയമം എന്ന് പറഞ്ഞാൽ ഇതെന്തോ ഹെൽമെറ്റ് വെച്ച് പോയാൽ അതിന് പിഴയുണ്ട്. അല്ലാതെ നമ്മൾ എന്തെങ്കിലും വീട് വലിക്കുവാങ്കിൽ അതിന് പിഴയുണ്ട്. ഇതിനും കൂടെ പിഴ അടയ്ക്കുന്ന പറഞ്ഞാൽ നടക്കുന്ന കാര്യങ്ങൾ അത് അംഗീകരിക്കുന്ന കാര്യങ്ങളെ അല്ല. നമ്മളിപ്പോൾ റോഡിൽ നടന്നു പോകുമ്പോഴായിരിക്കും നമുക്ക് അത്യാവശ്യം ഒരു ഫോൺ കോൾ വരുന്നു. അപ്പോൾ ആ ഫോൺ കോൾ എടുക്കാനും സംസാരിക്കാനും ഒക്കുകയില്ലെങ്കിൽ പിന്നെന്തോ. അതുകൊണ്ട് നമ്മുടെ ആവശ്യത്തിൻ്റെ പേരിൽ, ഒരു അത്യാവശ്യത്തിൻ്റെ പേരിലായിരിക്കും വിളിക്കുന്നത്. അതിന് മറുപടി പറഞ്ഞേ തീരൂ. അതിനൊരു ശിക്ഷ കൊടുക്കാനോ ശിക്ഷ അടയ്ക്കാനോ ഞങ്ങളെ കൊണ്ട് നിർവാഹമുള്ള കാര്യമല്ല. അത് നല്ല കാര്യമല്ലേ, പിഴ അടക്കുന്നത് നല്ലത്. അപ്പോൾ അത് ഒഴിവാവല്ല, കുറേ അപകടങ്ങളെല്ലാം ഒഴിവായി കിട്ടും. നല്ല കാര്യം അത്. കാരണം ആദ്യം ബോധവൽക്കരണമാണ് നടത്തേണ്ടത്. പെട്ടെന്ന് പിഴ ഈടാക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. നല്ല തന്നെ പിഴ ഈടാക്കണം. ഇല്ല, അത്യാവശ്യക്കാർ പെട്ടെന്ന് ഫോൺ എടുക്കും. സീരിയസ് ഒക്കെ മാറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ കാര്യമായിരിക്കും, പല ടൈമായിരിക്കും. അതുകൊണ്ട് ഫോൺ എടുത്തേ പറ്റൂ. പിഴയൊക്കെ ഒരു വർഷമില്ല, പിഴ ഈടാക്കണം. ഇത് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ പിഴ ഈടാക്കണം. അവർക്ക് പിഴ ഈടാക്കാൻ പാടില്ല. നടന്നു പോകുന്നവർക്ക് പിഴ ഈടാക്കാൻ പാടില്ല. പക്ഷേ മൊബൈൽ ഫോൺ നടന്നു പോകുന്നവർക്ക് മൊബൈൽ ഫോണായിട്ട് ഇതില്ല, അവർക്ക് യൂസ് ചെയ്യാം. എവിടെ വേണം വെച്ച് യൂസ് ചെയ്യാം. നടന്നു പോകുന്നതാണ്.